പടം നല്ല ത്രൂ ഔട്ട് കോമഡി പടം. നല്ല നല്ല എൻഗേജിങ് ആണ്. ഹ്യൂമർ, സ്റ്റോറി എല്ലാം, തിരക്കഥ എല്ലാം, ആക്ടിങ് ഒരു ഫോട്ടൊന്നും അങ്ങനെ പറയാനില്ല. നല്ല ഡിസൈൻ എൻ്റർടൈനാണ്. അഭിനയം എല്ലാവരും നല്ലത്. എടുത്ത കംപ്ലീറ്റ് ടീം വർക്ക് പോലെയാണ് തോന്നുന്നത്. കോമഡി നല്ലോണം വർക്കൗട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല. നല്ല പടം, നല്ല എൻ്റർടൈനിങ് ആണ്. തമാശയൊക്കെ കൊണ്ട് നല്ല പോലെ എല്ലാം പൊളിയായിരുന്നു. നമുക്ക് സമയം പോണ അറിയില്ല. എല്ലാവരും അഭിനയം കൊള്ളാം, നല്ല ഇതുണ്ട്. പിന്നെ എല്ലാം മറ്റേ സുരേന്ദ്രൻ വല്യമ്മയായിട്ട് അഭിനയിക്കുന്ന ആൾ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. എല്ലാം കൊള്ളാമായിരുന്നു. ബേസിക്കലി എല്ലാവർക്കും ഒരു നല്ല പടമാണ്. എനിക്ക് ഒരു ആവറേജ് ഫ്ലിക്കായിട്ട് തോന്നി. ഒരു ഒരു ഇലോപ്മെൻ്റ് ഒരു പ്ലാനിങ്ങും അതിൻ്റെ എക്സിക്യൂഷനും ബേസ് ചെയ്തിട്ടൊരു സിനിമയാണ് ശരി ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു 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 ആവറേജ് ഫ്ലിക്ക് പോലെ തോന്നി. ഒരു കോമഡിയുടെ ഒരു എലിമെൻ്റ് വെച്ചിട്ട് കുഴപ്പമില്ല. എല്ലാവരും സീസൺഡ് ആക്ടേഴ്സ് ആണല്ലോ. ഇപ്പം സൈജു കുറുപ്പായിരുന്നാലും സുരാജ് വെഞ്ഞാറമൂടായിരുന്നാലും ബേസിൽ ജോസഫ് ആയിരുന്നു. ഒരു ഈവൻ ടോൺ ചെയ്തിട്ട് പോയിക്കുന്നു. ഒരു ആവറേജ് ഫ്ലിക്ക് പോലെ. നല്ല കോമഡിയാണ്. ചിരിക്കാനുണ്ടായിരുന്നു. ഫാമിലി പറയുന്നത് പോസിറ്റീവായിട്ട് ചിരിക്കാനുണ്ട്. നന്നായിട്ട് ഫസ്റ്റ് അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടമാണ്. നമ്മൾ ഒരു വെറൈറ്റി പടമാണ്. ഫാമിലി പടമാണ്. കോമഡി ഫാമിലി പടമാണ്. ശരിക്കും ജയ് പോലത്തെ ഒരു പടമല്ല, ഇത് കുറച്ചുകൂടെ കോമഡിയാണ്. നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ലൊരു പടമാണ്. സൂപ്പറായിരുന്നു. എല്ലാവരും അടിപൊളിയാണ്. നല്ല അടിപൊളിയാണ്, കണ്ടോണ്ടിരിക്കാം. ഫാമിലി കുഴപ്പമില്ല ആണെന്ന് പറയാം. പക്ഷെ നല്ല കോമഡി. അടിപൊളി, എല്ലാം അടിപൊളി സ്ക്രിപ്റ്റ്, ഒരു ഹാപ്പി എൻഡിങ്, ഒരു ഫീൽ ഗുഡ്, എല്ലാം കിട്ടും അവസാനം. അടിപൊളി കണ്ടിരിക്കും, ഉറപ്പായിട്ട് കണ്ടിരിക്കാം. കോമഡി പടം, അടിപൊളി പടം.